ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ജീൻസ് പാൻറ്റ് കളർ പിടിച്ചതാട്ടോ. വാഷിംഗ് മെഷീനിൽ നിന്ന് വേറൊരു ഡ്രസ്സിൽ നിന്ന് ചുവപ്പ് കളറാണ് പിടിച്ചത്. നല്ല ജീൻസ് ആയിരുന്നു, നീല ജീൻസ് പാൻറ്റായിരുന്നു അത്. അപ്പോൾ അതിനൊന്ന് കളറ് മാറ്റിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനെ. എന്നിട്ട് ഇപ്പുറത്ത് കുറച്ച് ചെമ്പട്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബ്ലാക്ക് കളറാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കളറ് ഓർഡറാക്കി മേടിച്ചതാണ്. അതിനുള്ള സാമഗ്രികളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഗ്ലൗസ് ഉണ്ട്, നമ്മൾ മേത്ത് കെട്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല കളറുകളും ഉണ്ട്. നമ്മൾ ബ്ലാക്ക് ആക്കാനാണ് പാൻറ്റിന് കേട്ടോ. നമ്മൾ പാൻറ്റ് വെറുതെ കളർ പിടിച്ചെന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചില ഡ്രസ്സുകൾ നമുക്ക് എത്ര അധികം ഡ്രസ്സ് ഉണ്ടായാലും ചില ഡ്രസ്സിനോടൊരു പ്രത്യേക ഇഷ്ടം. അപ്പോൾ എപ്പോഴും അവൾ യൂസ് ചെയ്തിരുന്ന ഒരു പാൻറ്റായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഉപേക്ഷിക്കാനും തോന്നണില്ല. അപ്പോൾ അവൾ അത് ബ്ലാക്ക് ആക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ആക്കിയിട്ട് കളറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേക്ക് ഓവർ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പേരൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി അഥവാ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ അത് അയച്ചു തരാം ആവശ്യക്കാർക്ക്. എന്താ കളറാണതൊക്കെ. നമ്മളിപ്പോൾ തൽക്കാലം 2 പാക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് പിന്നെയും വേറെ വേണമെങ്കിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ഒരു പാൻറ്റിലേക്ക് 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പല കളറിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ബ്ലാക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ഈ കളർ കലക്കേണ്ടത്. ഞങ്ങളത് ബക്കറ്റിലേക്ക് മാറ്റിയത് ഞങ്ങൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രത്തിൽ കളറാവണ്ടെന്ന് വിചാരിച്ചിട്ട് പെയിൻറ്റ് ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് 2 പാക്കറ്റും കളർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് വെള്ളത്തിലിട്ട് വെച്ച പാൻറ്റ് ഉണ്ടല്ലോ, കുറച്ച് സമയമായിട്ട് അത് കുറച്ചധികം നേരം കുതിർത്തി വെക്കണതാണ്. വെറും പച്ച വെള്ളത്തിലിട്ടോ. അവിടുന്ന് നല്ലോണം അത് പിഴിഞ്ഞെടുത്തിട്ട് ഈ കളറും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വല്ല കമ്പിപ്പാര എന്തെങ്കിലും, ഞങ്ങളൊരു കമ്പിപ്പാര കൊണ്ടാണ്, വല്ല വടിക്കഷ്ണം എന്തായാലും വേണ്ടില്ല, കുറച്ച് കട്ടിയുള്ളതാവണം എന്നുള്ളൂ. നമുക്ക് ആ ജീൻസൊക്കെ ഇളക്കാൻ പറ്റിയത് തിളച്ച വെള്ളമല്ലേ. അപ്പോൾ അത് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് പാൻറ്റിനെ ഈ കളറിലേക്ക് ഇട്ട് വെക്കാം. അത് കയ്യിലൊക്കെ ആവാതിരിക്കാൻ ഗ്ലൗസും മേല് കെട്ടാനുള്ളതും ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനൊരു 20 മിനിറ്റ് നേരം അതിൽ ഇട്ട് വെക്കണം, ഈ തിളച്ച വെള്ളത്തിൽ കളറിൽ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ആയിക്കോട്ടെ. വെറുതെ കളർ പിടിച്ച ഡ്രസ്സ് അങ്ങനെ ഉപേക്ഷിച്ച് കളയണ്ടല്ലോ അത് വിചാരിച്ചിട്ടിട്ടതാണ് വീഡിയോ ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഇതാ വേറൊരു ബക്കറ്റിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു, വേറെ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സാധാ പച്ചവെള്ളം കേട്ടോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പാൻറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഇടണം. അതിന് വേണ്ടിയിട്ടാണ് അത് കലക്കി വെക്കുന്നത്. 2 പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അപ്പോൾക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പാൻറ്റിനെ നമ്മളെടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഈ സാധാ വെള്ളത്തിലേക്ക് ഇടണം. എന്നിട്ട് ആ കോല് വെച്ചിട്ട് നമ്മൾ നല്ലോണം മുക്കി കഴുകിയെടുക്കണം. അപ്പോൾ കണ്ടോ, പാൻറ്റിൻ്റെ കളറ് മാറി ബ്ലാക്ക് പാൻറ്റായി വന്നു കണ്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, പണി സിമ്പിളാണ്. ഒന്നാണ് ഇനി ഇതിനെ തണലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം. വെയിലത്ത് കൊണ്ടിടരുത്, തണലത്തിട്ടിട്ട് ഉണക്കിയെടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇതൊന്നും അറിയാത്തതുകൊണ്ട് പാൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സുകൾ കളർ പിടിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഇട്ടിട്ട് ഇതാക്കാം. അപ്പോഴും നമുക്ക് ഒരു വിഷമല്ലേ, പല കളറായിട്ടൊക്കെ ഉണ്ടാവും. നല്ല ബ്ലാക്ക് ജീൻസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തണലത്തിട്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷം പാൻറ്റിൻ്റെ രൂപത ഉണ്ടാകും. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ബ്ലാക്ക് ജീനായി കിട്ടിയിട്ടുണ്ട്.